ഓൾ മിക്യാബ് ഡോക്ടറിൻ്റെ പോസ്റ്റ് മാർക്കറ്റ് പ്രീ മാർക്കറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ മാർക്കറ്റിൽ ഒന്നും വേണ്ടായിരുന്നു. എൻ്റെ ആദ്യം ഞാൻ രാവിലെ ഗ്രൂപ്പിലിട്ട ആ വോയിസ് മാത്രം, വേറെ ഒന്നും നോക്കണ്ടായിരുന്നു. ആ വോയിസ് മാത്രം കേട്ടാൽ നിങ്ങൾക്ക് ഇന്ന് മാന്യമായ ഒരു ട്രേഡ് ചെയ്യാനുള്ള അവസരം ഇന്ന് മാർക്കറ്റിലുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഒന്നും പറയണ്ട, ഞാൻ ഇന്ന് രാവിലെ പറഞ്ഞ് ഇട്ട ആ വോയിസ് നമുക്കൊന്ന് കേട്ട് നോക്കാം, അതല്ലേ ബെറ്റർ? ഓക്കെ, ഞാനൊന്ന് എടുക്കട്ടെ. അപ്പോൾ ഇന്ന് രാവിലെ ഞാനിട്ട വോയിസ് ഞാൻ ഒന്നുകൂടെ ഒന്ന് കേൾക്കാം. ഓക്കെ. ഗുഡ് മോർണിംഗ് ഓൾ. മാർക്കറ്റ് ഏകദേശം 47 പോയിന്റ് ഗ്യാപ്പ് അപ്പിലാണ് ഓപ്പൺ ചെയ്തത്. അതായത് ഇന്നലെ മാർക്കറ്റ് എവിടെയാണ് ക്ലോസ് ചെയ്തത് ആ ഏരിയ അടുപ്പിച്ചാണ് ക്ലോസ് ചെയ്തത്. അപ്പോൾ മാർക്കറ്റ് ഇപ്പോൾ ആക്ച്വലി ഒരു റേഞ്ച് ബൗണ്ടിലാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തത്. 24,000-നും 23,800-നും ഇടയിലാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തത്. അപ്പോൾ നമുക്കിവിടെ ശ്രദ്ധിക്കാനുള്ള കാര്യം 24,000 എന്നുള്ള പോയിന്റ് സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം. അങ്ങനെ 24,000 സസ്റ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മുകളിലത്തെ ബോക്സ് ഉണ്ട്, കൂടുണ്ട് അല്ലേ, ആ കൂടിന്റെ ബോട്ടം വരെ, അതായത് 24,150 ഏകദേശം ആ ഏരിയ വരെ വരുന്നുണ്ടോ എന്ന് നോക്കുക. ഇനി താഴോട്ടാണെന്നുണ്ടെങ്കിൽ 23,800 ഞാൻ പറഞ്ഞു വർഷങ്ങളായിട്ട് നമുക്ക് തലവരെയായിട്ട് ആക്ട് ചെയ്യുന്ന ഒരു പോയിന്റാണ് 23,800 എന്ന് പറയുന്നത്. ആ 23,800 സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെന്ന് നോക്കുക. അവിടെ എന്ത് സംഭവിക്കുന്നു നോക്കി മാത്രം ഒരു ട്രേഡ് പ്ലാൻ ചെയ്യുക. ഞാൻ പറഞ്ഞ ക്ലിയർ ആയിട്ട് മനസ്സിലായല്ലോ. മുകളിലോട്ടാണെങ്കിൽ നമുക്ക് 24,000 സ്ട്രോങ് റെസിസ്റ്റൻസ് ആയിട്ടുണ്ട്. അവിടെ അത് കട്ട് ചെയ്ത് മുകളിലോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ ബോക്സിന്റെ ബോട്ടം അതായിരിക്കും അടുത്ത റെസിസ്റ്റൻസ്, 24,150 എന്ന് പറയുന്ന ഒരു ഏരിയ. ഓക്കെ, അല്ല മാർക്കറ്റ് ഇതിനകത്ത് റേഞ്ച് ബൗണ്ട് ആണെന്നുണ്ടെങ്കിൽ there is no trading zone. അതൊരു നോ ട്രേഡിംഗ് സോൺ ആണ്. അവിടെ നമുക്കൊരു ട്രേഡ് ഇല്ല. ആ റേഞ്ചിനകത്ത് ആടിക്കളിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും രീതിയിൽ സപ്പോർട്ടോ റെസിസ്റ്റൻസോ എടുത്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ട്രേഡ് ഓപ്പർച്യൂണിറ്റി ഉള്ളൂ. ദാറ്റ് മീൻസ് 24,000 ഒന്നുകിൽ അല്ലെങ്കിൽ 23,800 ഈ രണ്ട് പോയിന്റിലെത്തി മാർക്കറ്റ് അവിടെ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് നോക്കി മാത്രമേ നിങ്ങൾ ട്രേഡ് എടുക്കുക. വെരി ക്ലിയർ ആണ് ഞാൻ ഇട്ട വോയിസ്. നിങ്ങൾക്ക് യാതൊരു സംശയത്തിനും നൽകുന്ന കാര്യങ്ങളും ക്ലിയർ ആയല്ലോ. ഞാൻ എന്താണ് പറഞ്ഞത്? 24,000 അല്ലെ 23,800 ഈ രണ്ട് പോയിന്റിൽ മാർക്കറ്റ് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്ന് നോക്കി മാത്രം നിങ്ങളൊരു ട്രേഡ് ചെയ്യുക. ഇതിനകത്താണെങ്കിൽ നിങ്ങൾക്ക് ട്രേഡ് ഇല്ല, നോ ട്രേഡിംഗ് സോൺ ആണ്. 24,000 23,800 എന്ന് ഞാൻ പറഞ്ഞു. 24,000-ന് മുകളിലോ അല്ലെ 23,800-ൽ മാർക്കറ്റ് എത്തുവാണെങ്കിലോ മാത്രമേ നിങ്ങൾക്ക് ട്രേഡ് ഉള്ളൂ എന്ന് പറഞ്ഞു. പല ഓപ്പർച്യൂണിറ്റികൾ നിങ്ങൾക്ക് 24,000-ന് മുകളിലുണ്ടായിരുന്നു. ഇവിടുന്ന് മാർക്കറ്റ് മുകളിലോട്ട് കയറിപ്പോയി തിരിച്ച് വീണ്ടും റീടെസ്റ്റ് ചെയ്തു. ഇവിടെ ആരെങ്കിലും ട്രേഡ് എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഓക്കെ, ന്യായമായിട്ടുള്ളത് കിട്ടി. വീണ്ടും അടുത്തൊരു ഓപ്പർച്യൂണിറ്റി വീണ്ടും 24,000-ലുണ്ടായിരുന്നു. അവിടുന്ന് പിന്നെയും നിങ്ങൾക്കൊരു ന്യായം ബുക്ക് ചെയ്യാനുള്ള അവസരം ഉണ്ടായിരുന്നു. വീണ്ടും മാർക്കറ്റ് തിരിച്ച് വന്നു. ന്യൂ ബിഗിനേഴ്സിന് വെരി ക്ലിയർ ആയിട്ട് പ്രൈസ് ആക്ഷൻ പഠിച്ചവർക്ക് വെരി ക്ലിയർ ആയിട്ടൊരു സൂപ്പർ ട്രേഡ് ഇതുണ്ടായിരുന്നു. ഈ ഒരു ഓപ്പർച്യൂണിറ്റി എന്താണ്? നിങ്ങൾ പഠിച്ച അതുപോലെ തന്നെ പഠിച്ച അതേ കാര്യം തന്നെയാണ് ഇവിടെ സംഭവിച്ചേക്കുന്നത്. ഇവിടുന്ന് നിങ്ങൾക്കൊരു ട്രേഡ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അപ്പോൾ തന്നെ 24,100 ഈ കാണുന്നത്. ഈ 24,100 എത്തിയപ്പോൾ പലരും എനിക്ക് പേഴ്സണൽ മെസ്സേജ് അയച്ചു, സാറേ ഈ 24,100 സാറ് പണ്ട് വരച്ചിട്ടൊരു വര അവിടെ കിടപ്പുണ്ട്, ആ വര കൃത്യമായിട്ട് റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സമ്മതിച്ചു. പക്ഷേ എൻ്റെ ഓർമ്മയിൽ ഞാൻ പറഞ്ഞില്ല, ഈ വരകളെല്ലാം കീപ്പ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ, ഞാൻ ഗ്രൂപ്പിൽ പറഞ്ഞു, ഈ വരകളൊക്കെ ഞാൻ കീപ്പ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെ ചാർട്ട് ഒന്നും കാണാൻ പറ്റത്തില്ലായിരിക്കും. പക്ഷേങ്കിൽ എൻ്റെ വരകൾ അതുപോലെ പഴയ വരകളൊക്കെ എഴുതി വെച്ച് ട്രേഡ് ചെയ്യുന്ന ധാരാളം ആൾക്കാരുണ്ട്. എഴുതി വെച്ച് ഈ പോയിന്റുകളൊക്കെ എഴുതി വെച്ചും അവരുടെ ചാർട്ടിനകത്തിൽ മാർക്ക് ചെയ്തിട്ടും ട്രേഡ് ചെയ്യുന്ന ധാരാളം ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഇത് പെട്ടെന്ന് കത്തും, മനസ്സിലായില്ല? അപ്പോൾ അവർ ആ ഏരിയ വരുമ്പോൾ വാച്ച് ചെയ്യും, അവിടെ നിന്ന് എക്സിറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ അവിടെ നിന്നൊരു എൻട്രി പ്ലാൻ ചെയ്യുകയോ ചെയ്യുന്ന ധാരാളം ആൾക്കാർ നമ്മുടെ ഗ്രൂപ്പിലുണ്ട്. അതൊക്കെ ആദ്യമേ തന്നെ എന്നെ പിന്തുടരുന്നവർക്കാണ് അത് പെട്ടെന്ന് ക്ലിക്ക് ആകുന്നത്. ഓക്കെ, എനിവേ നിങ്ങൾ എങ്ങനെയായാലും നിങ്ങൾ ഇന്ന് മാന്യമായ രീതിയിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ പറഞ്ഞല്ലോ, ഓൾമോസ്റ്റ് നമ്മൾ ഈ പറയുന്ന നമ്മുടെ 24,150-ൻ്റെ ഓൾമോസ്റ്റ് ആ ഏരിയയിലെത്തി, അല്ലെങ്കിൽ 24,100-ൽ ഒരു കൺസോൾട്ടേഷൻ മോഡിലേക്ക് മാർക്കറ്റ് പോയി. അപ്പോൾ ഞാൻ പറഞ്ഞു മാർക്കറ്റ് ഇന്നത്തെ വോയിസിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ രണ്ടാമത് വേറെ കാര്യത്തോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇന്ന് ട്രേഡ് ചെയ്യുമ്പോൾ നോക്കേണ്ടത് രണ്ട് കാര്യമാണ്. എന്താണ്? ഒന്ന് റിലയൻസിനെ നോക്കണം, രണ്ട് IT സെക്ടറിനെ നോക്കണം. ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ നിർബന്ധമായിട്ട് നോക്കണം. അവരെങ്ങോട്ട് പോകുന്നു ആ വഴിക്ക് നിഫ്റ്റി പോകുമെന്ന് ഞാൻ ക്ലിയർ ആയിട്ട് ഇന്നലത്തെ എൻ്റെ വീഡിയോക്കകത്ത് പറഞ്ഞിരുന്നു. പക്ഷേ വീഡിയോകളൊക്കെ ഇപ്പോൾ കാണലൊക്കെ വളരെ കുറവാണ് ആൾക്കാർ. എനിക്കതിനകത്ത് പരാതിയൊന്നുമില്ല. ഈവൻ നമ്മുടെ ഗ്രൂപ്പിലുള്ളവർ പോലും ഒരു ലൈക്ക് അടിക്കാനോ അല്ലെങ്കിൽ
ഒരു കമൻറ്റ് ഇടാനോ ഒക്കെ അവർക്കൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ഒന്നില്ലാതെ വരുമ്പോഴേ നിങ്ങളതിൻ്റെ വില അറിയത്തുള്ളൂ. അപ്പോഴേ അത്ര ഞാൻ പറയുന്നുള്ളൂ, വേറെ കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. കാരണം ഗ്രൂപ്പിലുള്ളവർ പോലും ഇതിനെ അത്ര എന്താണ്, കാരണം അവർക്കറിയാം ഞാൻ ഇടയ്ക്ക് വന്ന് ഗ്രൂപ്പിൽ വന്ന് അപ്ഡേറ്റ് ചെയ്യും, അതിൻ്റെ ആവശ്യമേ ഉള്ളൂ, അല്ലാതെ ഈ വീഡിയോ അങ്ങനെ വലുതായിട്ട് കാണുമോ അല്ലെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നും ഇല്ല എന്നൊരു ധാരണ നിങ്ങൾക്കുണ്ട്. ഓക്കെ, എന്തെങ്കിലും ആയിക്കോട്ടെ, പോട്ടെ, ഞാൻ ആ വിഷയം വിട്ട് കളയുന്നു. ഓക്കെ, ആത്മാർത്ഥതയും സ്നേഹമുള്ളവരൊക്കെ ചെയ്യുക, അത്രമാത്രമേ എനിക്ക് പറയാനുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു റിലയൻസിനെ നിങ്ങൾ നോക്കണം, IT സെക്ടർ. അപ്പോൾ IT രണ്ടുപേരും പോസിറ്റീവാണ്. റിലയൻസിൻ്റെ കാര്യവും ഞാൻ ഗ്രൂപ്പിൽ കൃത്യമായിട്ട് വരച്ചിട്ടിരുന്നു, ഇല്ലേ? എന്താണ് റിലയൻസ്? ഞാൻ നോക്കിക്കേ, ഇതാണ് റിലയൻസിൻ്റെ ചാർട്ട്. ഞാൻ പറഞ്ഞു റിലയൻസ് ഇപ്പോൾ നിൽക്കുന്നത് ഇത് ഏത് സമയത്താണ്? 9:25 മാർക്കറ്റ് ഓപ്പണായി 9:25 ആയപ്പം ഞാൻ പറഞ്ഞു റിലയൻസിൻ്റെ ചാർട്ട് ഇട്ടിട്ട് ഞാൻ പറഞ്ഞു റിലയൻസ് ഇപ്പോൾ നിൽക്കുന്നത് ഒരു നല്ല സപ്പോർട്ട് ഏരിയയിലാണ്. ഇവിടുന്ന് റിലയൻസ് എങ്ങനെ ബിഹേവ് ചെയ്യുന്നോ ആ രീതിക്ക് നമ്മുടെ മാർക്കറ്റും പോകാൻ സാധ്യതയുണ്ട് എന്ന് ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞത്. ഈ ചാർട്ട് ഇട്ടതിന് ശേഷം റിലയൻസിൻ്റെ ഗതി എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. എന്താ സംഭവിച്ച റിലയൻസിന്? ഇതാ നോക്കൂ, എന്താ സംഭവിച്ച മാർക്കറ്റ്? ഇതാ നോക്കിക്കേ, നമ്മളിവിടെ ആ ചാർട്ട് വരച്ചിട്ടതിന് ശേഷം ഈ ക്ലിയർ ആയിട്ട് ഞാൻ ഈ റിലയൻസിൻ്റെ ചാർട്ട് ഇട്ടതിന് ശേഷം മാർക്കറ്റ് അവിടുന്ന് ഏകദേശം 50 പോയിൻറ്റോളം റിലയൻസ് ഇവിടുന്ന് ട്രാവൽ ചെയ്തു. ഇതിൻ്റെ ബലത്തിലാണ് ഇന്ന് നിഫ്റ്റി പെർഫോം ചെയ്തത്. ക്ലിയർ ആയല്ലോ? ഇതൊക്കെ സമയാസമയങ്ങളിൽ എൻ്റെ ഞാൻ ഇന്ന് യാത്രയിലായിരുന്നു. ആ യാത്രക്കിടയിലാണ്, എൻ്റെ കാറിലിരുന്നാണ് ഞാൻ ഡ്രൈവ് ചെയ്യുന്നതിനിടയിലാണ് ഞാൻ ഈ ചാർട്ട് ഇട്ടത്. നിങ്ങൾക്കറിയാം ഞാൻ പോട്ടെ, അത് ഞാനൊന്നും പറയുന്നില്ല, വിട്ടുകളയുന്നു. ഞാൻ ചിലപ്പോൾ പറഞ്ഞാൽ നിങ്ങൾക്ക് വിഷമമായിപ്പോൾ, ഞാൻ വൈകാരികതയിൽ പെട്ടുപോകും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ആ റിലയൻസിൻ്റെ ചാർട്ട് ഇട്ടതും നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിവേ, ഇതിനൊക്കെ 1-2 മറുപടികൾ എനിക്ക് പറയാനുണ്ട്. ഒരു 3-4 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ അതിന് മറുപടികൾ പറയാം. ഓക്കെ, ഇത് രണ്ടും നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനിയിപ്പോൾ നാളെ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? നാളെ സംഭവിക്കാൻ പോകുന്നത് ഞാനിവിടെ ഓൾറെഡി ഇത് ഞാൻ വരെ ഇട്ടിരുന്നു, ഇല്ലേ? മാർക്കറ്റ് ഇവിടെ വരെ എത്താൻ സാധ്യതയുണ്ട്. ഓൾമോസ്റ്റ് ആ ഏരിയയിൽ വരെ എത്തി മാർക്കറ്റ് തിരിച്ചു പോരുന്നു. അതിനിപ്പോൾ അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞേക്കാം. ഇനിയിപ്പോൾ നാളെ നമുക്ക് ശ്രദ്ധിക്കാനുള്ള കാര്യം, ഒന്നുകിൽ മാർക്കറ്റ് നാളെ കൂട്ടിൽ കയറണം. ഓക്കെ, ഒന്നുകിൽ നാളെ, വെരി സിമ്പിൾ, വേറെ കൂടുതൽ ഡയലോഗുകളൊന്നും പറയാനില്ല. നാളെ ഒന്നുകിൽ മാർക്കറ്റ് എന്ത് ചെയ്യണം? കൂട്ടിൽ കയറണം, ഇല്ലെങ്കിൽ 24,000 പൊട്ടിക്കണം. ഈ 2 കാര്യങ്ങളാണ് നാളെ സംഭവിക്കേണ്ടത്. ഈ 2 കാര്യങ്ങൾ സംഭവിച്ചെങ്കിലേ നമുക്കൊരു ട്രേഡ് ഉള്ളൂ. നാളെ എക്സ്പയറി ഡേ ആണ്. ഓക്കെ, അത് മാത്രമല്ല നാളെ വാലുകളുടെ കളികൾ കാണാനുള്ള സാധ്യത, വാലുകൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ, ആ വാലുകളുടെ കളികൾ കാണാനും ഉള്ള സാധ്യത വളരെ കൂടുതലാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നാളെ നിങ്ങൾ ചെയ്യേണ്ടത്, ഇതിനകത്ത് നിങ്ങൾക്ക് ട്രേഡ് ഇല്ല. ഈ പറയുന്നത് നോ ട്രേഡിംഗ് സോണാണ്. 24,150-നും 24,000-ന് ഇടയ്ക്ക് നോ ട്രേഡിംഗ് സോണാണ്. ഒന്നുകിൽ മാർക്കറ്റ് 24,000-ൽ വന്നിട്ട് അവിടെ എന്ത് സംഭവിക്കുന്നു നോക്കി മാത്രം ട്രേഡ് ചെയ്യുക, ഇല്ലെങ്കിൽ ഈ കൂട്ടിനകത്ത് കയറണം മാർക്കറ്റ്. ഈ 24,150 എന്ന് പറയുന്ന കൂട് പൊട്ടിച്ച് ഈ കൂട്ടിനകത്ത് കയറിയാൽ ആ കൂട്ടിനകത്ത് എന്ത് സംഭവിക്കുന്നു നോക്കി മാത്രം നമുക്ക് ട്രേഡ് പ്ലാൻ ചെയ്യും. നാളെ ഹർത്താലാണെന്നൊക്കെ പറയുന്നു, എനിക്ക് കറക്റ്റ് അറിയത്തില്ല എന്താ സംഭവമെന്ന്. എനിവേ, എന്തായാലും നിങ്ങൾ നോക്കിക്കണ്ട് ട്രേഡ് ചെയ്യുക. കൂടുതൽ എനിക്കൊന്നും പറയാനില്ല, കാരണം കൂടുതൽ പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ പറഞ്ഞു, ഇന്നലെ 2 കാര്യം ഞാൻ പറഞ്ഞു. ഒന്ന് റിലയൻസിനെ നോക്കണം, IT നോക്കണം. രണ്ടുപേരും പെർഫോം ചെയ്തു. IT നല്ല രീതിയിൽ പോസിറ്റീവ് മൊമെൻറ്റത്തിലാണ് IT പോയത്. ഇതാ നോക്കിക്കേ, എവിടെയാണ് ഇൻഫി 1.5%, 1%, TCS 2% പെർഫോം ചെയ്തു. ഈ റിലയൻസും ഈ പറഞ്ഞ പോലെ തന്നെ നല്ല രീതിയിൽ ഒരു 50 പോയിൻറ്റിനടുത്തുള്ളൊരു പെർഫോമൻസ് രണ്ടുപേരും നടത്തി. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ നാളെ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ വേറെ പ്രത്യേകിച്ച് നമുക്കൊന്നുമില്ല, കാരണം ഗ്ലോബൽ ന്യൂസുകളൊക്കെ പോസാണ്. ഇപ്പം മാർക്കറ്റ് പോകുന്നത് ന്യൂട്രൽ സ്റ്റേജിലല്ലോ. ഗ്ലോബൽ ന്യൂസുകളെല്ലാം ഒരു ന്യൂട്രൽ സ്റ്റേജിലാണ് ഇപ്പം പോകുന്നത്. വലിയ വാഗ്വാദങ്ങളോ കളികളോ ഒന്നുമില്ല. ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇറാന് പാകിസ്ഥാനെ തള്ളിപ്പറഞ്ഞു. അതാദ്യം നമ്മൾ മനസ്സിലാക്കുക. ഇറാൻ പാകിസ്ഥാനെ തള്ളിപ്പറഞ്ഞു. പാകിസ്ഥാനെ ഞങ്ങൾ ഒരിക്കലും വിശ്വസിക്കുന്നില്ല, അമേരിക്കയുടെ കൈയാളുകളാണ് നിങ്ങൾ, അമേരിക്ക പറയുന്നത് അനുസരിച്ച് നിങ്ങൾ കളിക്കുകയാണ് എന്ന് പറഞ്ഞ് ഇറാൻ പാകിസ്ഥാനെ തള്ളി. ഇപ്പം അവർ പുതിയ ഒരു സ്ഥലം റഷ്യയാണ് കണ്ടെത്തിയിരിക്കുന്നത്. റഷ്യയെ ഇതിനിടയ്ക്ക് വലിച്ചിട്ട് റഷ്യ വഴി ഒരു മധ്യസ്ഥ ശ്രമത്തിനാണ് ഇപ്പം ഇറാനെ ശ്രമിക്കുന്നത്. അത് എത്ര കണ്ട് ഫലവത്താകും എന്ന് നമുക്കറിയത്തില്ല. എനിവേ, എന്തായാലും അവരൊരു യുദ്ധത്തിൽ നിൽക്കുകയാണ് യുക്രൈനുമായിട്ട്, ഇല്ലേ? അപ്പോൾ അതിൻ്റെ ഇടയിൽ അങ്ങനെ ഒരു രാജ്യത്തെ മധ്യസ്ഥതയ്ക്ക് വഹിച്ചിട്ട് ഒരു സമവായത്തിന് എങ്ങനെയാണെന്നൊന്നും നമുക്കറിയത്തില്ല. എനിവേ, എന്തായാലും പോസിറ്റീവ് മൊമെൻറ്റം ഒരു പോസിറ്റീവ് ഔട്ട്കം ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഫൈൻ.
അത്രയെല്ലാം നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. എന്തായാലും മസ്കറ്റും റഷ്യയും ആണ് 2 സ്ഥലങ്ങളാണ് ഇപ്പോൾ അവർ കൂടുതലും ഒരു മധ്യസ്ഥ ശ്രമം വഹിക്കാൻ വേണ്ടി അവർ ആലോചിക്കുന്ന പ്ലേസുകൾ. അപ്പോൾ ഇനി എന്തായാലും നേരിട്ടുള്ള ചർച്ച ഇല്ല എന്ന് ഓൾറെഡി ട്രംപ് പറഞ്ഞു. ഇനി വയ ഫോൺ മാത്രമേ ഉള്ളൂ. ബൈ ഫോണിൽ അവർക്ക് എന്ത് വേണമെങ്കിലും പറയാം. അത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ യുദ്ധം അവസാനിക്കും, ഇല്ലെങ്കിൽ അടിക്കും എന്നുള്ളൊരു മെൻറ്റാലിറ്റി, ഏതെങ്കിലും രണ്ടിലൊന്ന് എന്നുള്ളൊരു മെൻറ്റാലിറ്റിയിലാണ് ഇപ്പം ട്രംപ് നിൽക്കുന്നത്. അപ്പം അതിനനുസരിച്ച് മാർക്കറ്റ് അങ്ങോട്ടോ ഇങ്ങോട്ടോ മൂവ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. നാളെ എക്സ്പയറി ഡേ ആണ്. അതുകൊണ്ട് അത് മാത്രമല്ല നാളെ മന്ത്ലി എക്സ്പയറി കൂടാണ് അല്ലേ, നാളെ 28 മന്ത്ലി എക്സ്പയറി കൂടാണ്. ഹൈ വോളറ്റാലിറ്റി ആയിരിക്കും, കാരണം സ്റ്റോക്കുകളുടെയൊക്കെ പൊസിഷൻസ് അവർ അഡ്ജസ്റ്റ്മെൻറ്റ്സ് നടക്കും. പലപ്പോഴും അവിടെ എന്താ പറയുന്നത്, എക്സിറ്റ് ചെയ്യാനും പൊസിഷൻസ് എക്സിറ്റ് ചെയ്യാനും ആഡ് ചെയ്യാനും ഒക്കെ പല സംഗതികൾ നടക്കും. അതുകൊണ്ടൊക്കെ ഭയങ്കര ഹൈ വോളറ്റാലിറ്റി ആയിരിക്കും. അതുകൊണ്ട് സൂക്ഷിച്ച് ട്രേഡ് ചെയ്യുക. നിങ്ങൾ നാളെ ഒരു കാരണവശാലും എക്സ്പയറി ഡേ ട്രേഡ് നെക്സ്റ്റ് എക്സ്പയറിയിൽ മാത്രം ചെയ്യുക. ഒരിക്കലും കറണ്ട് എക്സ്പയറിൽ നിങ്ങൾ ട്രേഡ് ചെയ്യാതിരിക്കുക. ഇത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ, വേറെ കൂടുതലൊന്നും പറയാനില്ല. ഇപ്പോഴത്തെ നമ്മൾ കണ്ടീഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗിഫ്റ്റ് നിഫ്റ്റി ഓടുന്ന ഒരു ഫ്ലാറ്റ് നോട്ടിലാണ്. ഇല്ല, ഗിഫ്റ്റ് നിഫ്റ്റി ആയാലും പിന്നെ ഡൗ ജോൺസ് ആയാലും എല്ലാവരും ഫ്ലാറ്റായിട്ടാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്, ന്യൂട്രൽ സ്റ്റേജിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. രാത്രിയിൽ എന്ത് നടക്കുമെന്ന് അറിയത്തില്ല. നാളെ രാവിലെ ഫ്ലാറ്റായിട്ട് ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആരെങ്കിലും ഹോൾഡ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ നല്ല നഷ്ടം സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഫ്ലാറ്റായിട്ട് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള പ്രീമിയത്തിൻ്റെ പകുതിയായിരിക്കും നാളെ രാവിലെ ഓപ്പൺ ചെയ്യുമ്പം പ്രീമിയം DK വന്ന് അത് മുഴുവൻ ഉരുക്കിത്തീരും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നാളെ നിങ്ങൾ ട്രേഡ് ചെയ്യുന്നവർ നെക്സ്റ്റ് എക്സ്പയറിൽ മാത്രം നിങ്ങൾ ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. ബാക്കി വേറെ കാര്യങ്ങളൊന്നും പറയാനില്ല. ബാങ്ക് നിഫ്റ്റി ഒക്കെ എന്താണ്, ബാങ്ക് നിഫ്റ്റി നമ്മൾ പറയാനൊന്നുമില്ല, എല്ലാം ന്യൂട്രൽ സ്റ്റേജിലാണ്. നമ്മൾ പറഞ്ഞ 2 പോയിൻറ്റിനകത്താണ്, ആ 2 ലെവലിനകത്തിലാണ് ഇപ്പോഴും ബാങ്ക് നിഫ്റ്റി നിൽക്കുന്നത് ഇല്ലേ. ആ ഏരിയ വിട്ട് എങ്ങോട്ടും മാർക്കറ്റ് പോയിട്ടില്ല. അപ്പോൾ പിന്നെ നമുക്ക് കൂടുതൽ മിഡ് ക്യാപ്പ് മാത്രമാണ് ചെറുതായിട്ടെങ്കിലും ഒന്ന് മൂവ് ചെയ്തെങ്കിൽ നമ്മൾ വരച്ച 19,72 കിടന്ന് കളിക്കുകയാണ്. അപ്പോൾ ലെവലുകളൊക്കെ അവിടെ തന്നെ കിടപ്പുണ്ട്. നിങ്ങൾക്ക് നോക്കി കണ്ട് ട്രേഡ് ചെയ്യാൻ ഉള്ള അവസരങ്ങൾ ലെവലുകളൊക്കെ കിടപ്പുണ്ട്. ഓക്കെ, അപ്പം നാളെ നിങ്ങൾ നിഫ്റ്റിയെ നോക്കുക. ഞാൻ പറഞ്ഞല്ലോ, ഇതിനകത്ത് നോ ട്രേഡിംഗ് സോണാണ്. ഒന്നുകിൽ ഈ കൂട്ടിനകത്ത് കയറണം, അല്ലെങ്കിൽ 24,000 പൊട്ടിക്കണം. ഈ 2 അവസ്ഥകളിൽ മാത്രമേ നിങ്ങൾക്ക് ട്രേഡ് ഉള്ളൂ. അല്ലെങ്കിൽ ഇവിടെ തട്ടി തിരിച്ചു വരുന്നുണ്ടോ നോക്കുക. ഓക്കെ, ഇതൊക്കെയാണ് എന്നും പറയുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ നോക്കിക്കണ്ട് ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. നാളെ എല്ലാവർക്കും ഒരു പ്രോഫിറ്റബിൾ ഡേ ആശംസിക്കുന്നു. താങ്ക് യു ഓൾ.